നിനക്കുള്ള കത്തുകൾ. ഇതാണ് പുസ്തകം. നിനക്കുള്ള കത്തുകൾ വായിച്ചപ്പോഴാണ് അത് നിങ്ങളെയും കൂടി വായിച്ച് കേൾപ്പിക്കാനുള്ളൊരു ആഗ്രഹം തോന്നുന്നതും അത് വായിക്കാൻ ശ്രമിക്കുന്നതും. ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ഓരോ അധ്യായങ്ങളായിട്ട് വായിക്കുക എന്നുള്ളതാണ്. അത് ജിജി എന്ന അമ്മു ജിജി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അന്തരിച്ച നടനും ഗായകനുമായിട്ടുള്ള എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള സന്തോഷ് ജോഗിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതൊരു പുസ്തക രൂപേണ ആവുന്നത് പിന്നീടാണിത്. പുള്ളിക്കാരത്തെ ആദ്യം ഫേസ്ബുക്കിൽ കുത്തിക്കുറിച്ച ചില കത്തുകളാണ്. അത് പിന്നീട് എല്ലാം കൂട്ടിച്ചേർത്ത് കുറച്ച് കത്തുകളാണത്. എല്ലാം കൂട്ടിച്ചേർത്തൊരു പുസ്തകമാക്കി ഇറക്കിയിട്ടുള്ളതാണ്. ഇത് വായിച്ചപ്പോഴാണ് വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇത് ഓരോ കത്തുകളായിട്ട് വായിക്കാൻ ശ്രമിക്കുകയാണ്. അഭിപ്രായങ്ങൾ പറയാം. പുസ്തകത്തിന്റെ തുടക്കം ഇങ്ങനെ തന്നെയാണ്. മരണം വരെ പ്രണയത്തിൽ പൂണ്ടുകിടക്കാൻ പഠിപ്പിച്ച എൻ്റെ പപ്പുവിനും വന്നും വരാനിരിക്കുന്നതുമായ എല്ലാ പ്രണയങ്ങൾക്കും. ഇങ്ങനെ പറഞ്ഞാണ് ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ. ഇതിൽ പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നേരെ കത്തിലോട്ട് പോവുകയാണ്. കത്ത് വായിക്കാം. എൻ്റെ പപ്പു, ഞാനിന്ന് കുറേ കുഞ്ഞു മെഴുകുതിരികൾ വാങ്ങി. പല നിറങ്ങളിൽ ചിരാതുകളെ പോലെ ഇരിക്കുന്നവ, വെള്ളി നിറമുള്ള കടലാസിൽ പൊതിഞ്ഞവ. ഇപ്പോൾ മുറിയിലെ മറ്റു വെളിച്ചങ്ങളെല്ലാം അണച്ച് അതിലൊരെണ്ണം തിരികൊളുത്തി വെച്ച് അതിനരികിലിരിക്കുകയാണ് ഞാൻ. ചുമരിൽ നിഴലുകളാടുമ്പോൾ നിന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നു. പാതിരാവിൽ എല്ലാവരും ഉറങ്ങുമ്പോഴും ചെറിയ മെഴുകുതിരി വെട്ടത്തിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്നു. ചിലപ്പോഴൊക്കെ എഴുതുകയുമായിരിക്കും നീ. പാതിയുറക്കത്തിൽ നിന്നെ തിരഞ്ഞെണീക്കുമ്പോൾ ഒരു കുഞ്ഞിനെ എന്ന വണ്ണം ഇടത് കൈകൊണ്ട് എന്നെ തട്ടിയുറക്കുമായിരുന്നു നീ. ചിലപ്പോഴൊക്കെ എൻ്റെ ആ ഉണർച്ചകളിൽ പുസ്തകമടച്ച് മെഴുകുതിരി അണച്ച് എന്നിലേക്ക് ചേരുമായിരുന്നു നീ. പലപ്പോഴും നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെഴുകുതിരി വട്ടത്തിൽ കിടന്നുകൊണ്ട് എനിക്ക് കഥകൾ പറഞ്ഞു തന്നു. നിന്റെ ഭാവനകളുടെ ആ വലിയ ലോകത്തിൽ അത്ഭുതത്തോടെയും അതിനേക്കാളേറെ ആരാധനയോടെയും ഞാൻ കൺമഴിച്ചിരുന്നു. പുലരിയാവുന്നതുവരെ പോലും അറിയാതെ നീ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോവുകയും ചെയ്യുമായിരുന്നു. ഉറക്കിക്കൊണ്ട് തന്നെ എന്നോട് നീ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ പപ്പു, ഇന്നീ മെഴുകുതിരികൾ ഒരുക്കിത്തീർന്നാലും ഞാൻ ഉറങ്ങാറില്ല. ഉറക്കത്തിൽ പെട്ടുപോയാൽ നീ എൻ്റെ അരികിലിരുന്ന് കഥകൾ പറഞ്ഞിട്ട് പോയി കളയുമോ എന്ന ഭയാശങ്ക എന്നിൽ വേര് പിടിച്ചിരിക്കുന്നു. പാതി ഉണർന്നു പാതി ഉറങ്ങിയും ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. പ്രണയത്തോടെ നിന്റെ അമ്മ. ഇതാണ് ആദ്യത്തെ കത്ത്. അടുത്ത കത്ത് അടുത്തൊരു സമയത്ത് റെക്കോർഡ് ചെയ്യാം. അഭിപ്രായങ്ങൾ പറയാം. ടിൽ ദെൻ.